ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇവിടെ നിർത്തി. അല്ല, ഇവിടെ എന്തിനാ നിർത്താൻ പറഞ്ഞ? ഇവിടെ നല്ല ഹോട്ടലൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഇത് ഹോട്ടലല്ല, ഈ തട്ടുകടയാ ഞാൻ പറഞ്ഞ. ഇവിടെ നല്ല ദോശയും രസവടയും ആംലേറ്റും ഒക്കെ കിട്ടും. നല്ല രുചിയാ. ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടുന്നോ? നല്ല ചൂടുള്ള പുട്ടും കിട്ടും. കൈലാസ് സാറിന് പുട്ട് ഇഷ്ടല്ലേ? അത് ചെറുവാ. കൈലാസ്, ഞാൻ ഈ ഫോണിൽ സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ശരി. ഹലോ പ്രിയൻ ചേട്ടാ. ആ പാറു, ഹോസ്റ്റലിൽ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇല്ല പ്രിയൻ ചേട്ടാ, ഞാൻ ഇനിയും ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. ഹോസ്റ്റലിൽ എത്തിയില്ലേ? ഇവിടുന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കൂടുതലായല്ലോ. അവിടെ എത്താൻ ഇത്രയും സമയം വേണ്ടല്ലോ. വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വലിയൊരു പ്രശ്നം ഉണ്ടായി. എന്താ ഉണ്ടായ? അതെന്തിനാ പ്രിയൻ ചേട്ടൻ അന്വേഷിക്കുന്നേ? വീട്ടിലെ പരിപാടി കഴിഞ്ഞപ്പോ ഉടൻ തന്നെ പ്രിയൻ ചേട്ടൻ എന്നെ പറഞ്ഞു വിട്ടില്ലേ. ഹോസ്റ്റല് വരെ എന്റെ കൂടെ വരാൻ പ്രിയൻ ചേട്ടന് തോന്നിയില്ലല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രിയൻ ചേട്ടൻ എന്താ അല്ലേ? അയ്യോ സോറി, നിന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ നീ ഇവിടെ ഇരുന്നപ്പോ അടുത്ത വീട്ടിലെ ചേച്ചിമാർ എന്തൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നിന്റെ കൂടെ വന്ന അവരുടെ തെറ്റിദ്ധാരണ കൂടുകയല്ലേ ചെയ്യാ. അതുകൊണ്ടാ ഞാൻ. സോറി പാറു. അല്ല, അവിടെ എന്താ പ്രശ്നം? അത് പറ, ഞാൻ ഉടനെ അവിടെ എത്താം. എന്റെ സുന്ദരി പിണങ്ങി എന്നെ പെരുവഴിയിലാക്കി. എന്തു പറ്റി? ടയർ പഞ്ചറായോ? ടയർ പഞ്ചറായി, ഞാൻ പെരുവഴിയിലും ആയി. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. വേഗം വന്നാ തട്ടുകടയിന്ന് ദോശയും ചമ്മന്തിയും രസവടയും ആംലേറ്റും കഴിച്ചിട്ട് വാ. നീ തട്ടുകടയിൽ കയറി ഇരിക്കാണോ? അത് നന്നായി. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്കേ ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ ദേ ഇവിടുന്ന് ഇറങ്ങി. വേഗം വാ. പ്രിയൻ ചേട്ടൻ ഇപ്പൊ വരുന്ന ഞാൻ കൈലാഷ് സാറിനോട് പറയാം. കൈലാഷ് സാറിനോടോ? ഞാൻ സൈക്കിളിൽ വരുമ്പോ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ബൈക്കിൽ വന്നപ്പോ എനിക്ക് ആദ്യം കൈലാഷ് സാറിനെ മനസ്സിലായേയില്ല. ഹെൽമെറ്റ് ഊരിയപ്പോഴാ മനസ്സിലായത്. വലിയ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാനായിരുന്നു സാറിന്റെ പരിപാടി. ഞാൻ നിർബന്ധിച്ച ഒരു തട്ടുകടയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പാർവതി, ദാ വരുന്നു. ശരി പ്രിയൻ ചേട്ടാ, കൈലാഷ് സാറ് വിളിക്കുന്നു. കൈലാഷ് സാറിന്റെ കൂടെ ആഹാരം കഴിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും. നാളെ കാണാം. ശരി. എന്നെ തന്നെ ഓർത്തോണ്ടിരിക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങ്. നീ എന്താ പറഞ്ഞേ? ആഹാരം കഴിച്ചു കഴിഞ്ഞ് കൈലാഷ് സാർ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടും. ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടോന്ന് ഓർത്ത് ആദ്യം പിടിച്ചിരിക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ. അതാണോ ഉദ്ദേശിച്ചത്? അല്ല, പ്രിയൻ ചേട്ടൻ എന്താ വിചാരിച്ചേ? ഏയ് ഒന്നുമില്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചില്ല. ശരി, വെക്കട്ടെ. ശരി. സാറിനെന്താ കഴിക്കാൻ വേണ്ടേ? പാർവതി ഓർഡർ ചെയ്താ മതി. അല്ല, ആരായിരുന്നു ഫോണില്? പ്രിയൻ ചേട്ടനാ. ഞാൻ ഹോസ്റ്റലിൽ എത്തിയോന്ന് അറിയാനാ വിളിച്ചേ. എന്നിട്ട് എന്തു പറഞ്ഞു? ഇല്ല, ആഹാരം കഴിക്കാൻ ഒരു തട്ടുകടയിൽ വന്നിരിക്ക. കഴിച്ചു കഴിഞ്ഞ് കൈലാഷ് സാർ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടുന്നു പറഞ്ഞു. എന്റെ കൂടെ കൈലാഷ് സാർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാ പ്രിയൻ ചേട്ടന് സമാധാനായത്. പറ സാർ, എന്താ വേണ്ടേ? പാർവതി എന്നെ ഓർഡർ ചെയ്താ മതി. ചേട്ടാ, എന്തൊക്കെയല്ലേ? ദോശ, പുട്ട്, പൊറോട്ട, ഇടിയപ്പം, രസവട, ആംപ്ലേറ്റ്, ചപ്പാത്തി, കടലക്കറി എല്ലാം ഉണ്ട്.
ഈ മറിച്ചിടാത്ത ആംപ്ലേറ്റ് കിട്ടുമോ? അത് കിട്ടാത്ത കടയുണ്ടോ? ആ അപ്പോ 2 മറിച്ചിടാത്ത ആംപ്ലേറ്റ്. ഓ മറിച്ചിടാത്ത 2 ആംപ്ലേറ്റ് അടി. അല്ല ഈ ആംപ്ലേറ്റ് എന്ന് പറഞ്ഞാ ഈ മുട്ട പൊട്ടിച്ച് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് ഓംലെറ്റ്. ആ ആ ആംപ്ലേറ്റ്. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാലിംഗനമേകൂ ആകാശം ചുരിയും നിറതാരങ്ങളുമായി ഓരോ വെൺമേഘം പോരേനി ഓർമ്മപ്പുഴ അടുപ്പ് കഴുകാം. നീ മാറിൽ കുളിരേന്തി നീ മൗനം പാടി. തട്ടുകടയിലെ ആഹാരമാണോ വലിയ ഹോട്ടലിലെ ആഹാരമാണോ നല്ലത്? കൈലാഷ് സാറിന് എന്താ തോന്നുന്നേ? രണ്ടും നല്ലത് തന്നെയാ. പക്ഷേ തട്ടുകടയിലെ ഫുഡ് ഞാൻ ആദ്യമായിട്ടാ കഴിക്കുന്ന. ആസ്വദിച്ച് കഴിച്ചു. നിന്നോട് എനിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. താങ്ക്സ് പാർവതി. ഉം. ആ കൈ ഇതിൽ തുടച്ചോളൂ സർ, കുഴപ്പമില്ല. ഇനിയും വൈകിയ ഭൂമിക മാഡം വഴക്ക് പറയും. ഓ ഞാൻ കൊണ്ടുവിടാം. വാ. ഉം.